ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഡിസൈൻ യുവർ ഡ്രീംസ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു കോളറുള്ള ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് പാറ്റേൺ ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ ഇതിൽ നിന്നും മാനിപ്പുലേറ്റ് ചെയ്ത് ഡാർട്ട് മാനിപ്പുലേറ്റ് ചെയ്താണ് ഞാൻ എ ലൈൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയർ നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി. അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് കുറയ്ക്കാം, പിന്നെ നമ്മുടെ സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിൻ്റെ ഫ്രണ്ട് പാറ്റേൺ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളതിൻ്റെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് കുറച്ച് ഞാൻ കൂട്ടാൻ പോകുന്നു. ഒരു 1/2 ഇഞ്ച് കൂട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു ലൂസ് ഷോൾഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് പാറ്റേണിൻ്റെ അത് നമ്മൾ മാച്ച് ചെയ്യുന്നു. അതിന് ശേഷം അതിനോട് മാച്ച് ചെയ്തിട്ട് ബാക്ക് പാറ്റേണും ഷോൾഡർ ഇതുപോലെ സെയിം വിഡ്ത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇതുപോലെ തന്നെ ആ ടേപ്പ് ഞാൻ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്ത് കിട്ടും. രണ്ട് ഷോൾഡേഴ്സും നമ്മൾ മെഷർ ചെയ്ത് മെഷർമെൻറ്റ് ഈക്വലാണെന്ന് ഉറപ്പ് വരുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നെക്ക് ഷേപ്പ് ഇതല്ല കൊടുക്കുന്നത്. ഇത് നമ്മളന്ന് വി നെക്ക് ചെയ്ത സമയത്ത് അങ്ങനെ കട്ട് ചെയ്ത പാറ്റേണാണ് ഇത്. അപ്പോൾ നമ്മളതിൻ്റെ നെക്ക് എൻ്റെ ഒറിജിനൽ ബേസിക് പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ നെക്കിന് ഷേപ്പ് കൊടുക്കാൻ പോകുന്നത്. അത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പാറ്റേൺ ഫ്ലാറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യുന്നു. ഞാൻ കട്ട് ചെയ്യേണ്ട ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് 2.5 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റയോൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ബേസിക് പാറ്റേൺ എടുത്ത് ഞാൻ ആ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്യും. ഷോൾഡറിൽ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിന് ഞാൻ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് 45 ഇഞ്ചസ് ആണ്, ഇൻക്ലൂഡിങ് സീം അലവൻസ്. ഫ്രണ്ട് പാറ്റേൺ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. ഇനി അടുത്തായിട്ട് ബാക്ക് പാറ്റേൺ എടുത്തിട്ട് അതിൻ്റെ ബേസിക് പാറ്റേൺ ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഷോൾഡറിലും 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വന്ന ക്ലോത്തിൽ നിന്നും ഇതുപോലെ എടുത്തിട്ട് റൈറ്റ് സൈഡ്സ് ഒരുപോലെ വെച്ച് ഫോൾഡ് ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള സ്ലീവിൻ്റെ പാറ്റേൺ വെച്ചിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗം ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബോട്ടം പാർട്ടിൽ ഒരു 3/4 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. രണ്ട് സ്ലീവിൽ ഫ്രണ്ട് നിന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ പോക്കറ്റിന് വേണ്ടിയുള്ള പാറ്റേണാണ് ചെയ്യുന്നത്. ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ പോക്കറ്റ് ഇത് കുറച്ച് ചെറുതായി പോയെന്ന് പറയാം. കുറച്ചുകൂടെ വലുത് വെച്ചാലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ അനുസരിച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല.
ഇനി നെക്ക് ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ഇൻ്റർഫേസിങ് ഇട്ട് വെച്ചാൽ ഒരു പീസ് മെറ്റീരിയൽ എടുത്തിട്ട് നെക്ക് ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഒരു വി നെക്ക് ഷേപ്പാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്യുന്നു. അത് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡൊക്കെ പോക്കറ്റ് ഇതുപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം തയ്ച്ച് വരാനായിട്ട്. എന്നിട്ട് അതിനെ തയ്ച്ച് അകത്തേക്ക് മറിച്ചിട്ട് തയ്ക്കുന്നു. പിന്നെ 2 സൈഡ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്യാം. ഇനി അടിവശം നമ്മളിതുപോലെ മടക്കി അയൺ ചെയ്ത് തയ്ച്ചാൽ മതി. ഇനി കോളർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എവിടെ നിന്നാണോ കോളർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ 2 സൈഡും ഒരുപോലെ പിടിച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അത്രയും ഭാഗത്തെ എത്രയാണോ ഇതിൻ്റെ ലെങ്ത് എന്ന് മെഷർ ചെയ്യുന്നു. എനിക്ക് ഏകദേശം 28 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഒരു 2ആയി മടക്കി ഒരു പേപ്പർ എടുത്തിട്ട് കിട്ടിയ മെഷർമെൻറ്റിൽ നമ്മൾ ഹാഫായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതൊരു 1 പീസ് കോളറാണ് ഞാൻ ചെയ്യുന്നത്. വിഡ്ത്ത് നമുക്ക് 3.5 4 ഇഞ്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ മെഷർമെൻറ്റോടെ മാർക്ക് ചെയ്തിട്ട് 2 സൈഡിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്യുന്നു. അതായത് കോളറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യും. അതിനൊരു സ്ട്രെയിറ്റ് ലൈന് നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കുന്നു. ആ കോളർ ടിപ്പിലേക്ക് ഞാൻ 1 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്ന 1 ഇഞ്ചിലേക്ക് ഇതുപോലെ വരുമ്പോൾ സ്ട്രൈറ്റ് വരും. ഇതാ 1 ഇഞ്ചിലേക്ക് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വെച്ചിട്ട് നമ്മൾ ഇൻ്റർഫേസിങ് കട്ട് ചെയ്തിട്ട് ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പീസ് കോളർ കിട്ടാൻ വേണ്ടി. റോങ് സൈഡിലാണ് നമ്മൾ ഇൻ്റർഫേസിങ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 പീസും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ ഇൻ്റർഫേസിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പീസിനെ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഒരു മടക്കി അതുപോലെ വെച്ച് തയ്ക്കുന്നു. തയ്ച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഇൻസൈഡ് ഔട്ട് ആക്കുന്നു. എന്നിട്ട് ഒന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഒരു സൈഡ് മടങ്ങിയത് നമുക്ക് കാണാം അകത്തേക്ക്. ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ടോപ്പിൻ്റെ ഒപ്പത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് റൈറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് പിൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് തയ്ക്കുന്നു. തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഫോൾഡ് ചെയ്ത ഭാഗം കോളറിൻ്റെ അകത്താണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആ റോ എഡ്ജസ് അകത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ആ മടക്കിയ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഫുൾ റൗണ്ട് തയ്ച്ച് വരുന്നു. അത്രയേ ഉള്ളൂ, ഫിനിഷ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സോവിങ്.